നമസ്കാരം. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന പാരമ്പര്യം കാറ്റിൽ പറത്തി വി.ഡി. സതീഷിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ തെളിയുന്നത് യു.ഡി.എഫിലെ ലീഗിൻ്റെ സ്വാധീന ശക്തി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി.ഡി. സതീഷിനെ മുന്നോട്ട് വെച്ച ലീഗിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപ്പിലാക്കിയത്. ഇതിനായി കോൺഗ്രസിൻ്റെ പാരമ്പര്യ രീതികളും നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം എം.എൽ.എമാരുടെ അഭിപ്രായങ്ങളും ഹൈക്കമാൻഡ് ഒരുപോലെ തള്ളിക്കളയുകയും ചെയ്തു. സതീശൻ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ വിജയിച്ചത് ലീഗ് തന്നെയാണെന്ന് അടിവരയിട്ട് പറയേണ്ട അവസ്ഥയാണ് മുന്നിലുള്ളത്. യു.ഡി.എഫ് ഭരണം കേരളത്തിൽ വരുമെന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീഷിന് പിന്നിൽ അടിയുറച്ചു നിന്നിരുന്നു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് സാദിഖ് അലി തങ്ങൾ സൂചന നൽകിയത്. സതീഷിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് ലീഗിന് കിട്ടിയ അംഗീകാരമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ഇന്നത്തെ ചോദ്യത്തോട് ജനവിധി മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചതെന്നായിരുന്നു ഇന്ന് സാദിഖ് അലി തങ്ങൾ മറുപടി പറഞ്ഞത്. ലീഗ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെതിരെ കോൺഗ്രസിൽ നിന്നും പ്രതിഷേധം ഉയരുകയും മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും ലീഗ് അതിൽ ഇടപെടേണ്ട എന്നുമാണ് കുഴൽനാടൻ പറഞ്ഞത്. കുഴൽനാടൻ്റെ ചിത്രം കത്തിച്ചും പ്രതിഷേധം ഉയർത്തിയുമാണ് ലീഗ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി ഇതിന് മറുപടി പറഞ്ഞത്. എന്തായാലും ലീഗിൻ്റെ നിലപാട് തന്നെയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിൽ സ്വാധീന ശക്തിയായിരുന്ന NSSനും കോൺഗ്രസിൽ സ്വാധീനം നഷ്ടമാവുകയാണെന്ന് സതീശൻ്റെ നിയമനം സൂചനയും നൽകുന്നു. ലീഗ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്ത് വന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഗൗനിച്ചില്ല. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങിയുള്ള വോട്ട് വേണ്ട എന്ന് സതീശൻ മുൻപ് നിലപാടെടുത്തിരുന്നു. NSSും SNDPയും സതീശിനെതിരെ ആ ഘട്ടങ്ങളിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമില്ലാത്ത സതീഷിനെ മുഖ്യമന്ത്രിയാക്കി അവരോധിക്കുമ്പോൾ NSS SNDP നിലപാടുകളും കോൺഗ്രസ് ഒരേ സമയം തള്ളിക്കളയുകയാണ്. മുഖ്യമന്ത്രിയായി സതീശൻ എത്തിയതോടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അദ്ദേഹം തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള വീട്ടിലില്ല. നിയമസഭാ കക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയുമില്ല. സതീഷിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത നടപടി അംഗീകരിച്ചെങ്കിലും KC വേണുഗോപാലിൻ്റെ അടുത്ത നീക്കങ്ങളും ശ്രദ്ധേയമാവും. എന്തായാലും സതീശൻ്റെ മുഖ്യമന്ത്രിയായതോടെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ചെന്നിത്തലയുടെ രോഷവും അതിൽ അഗ്നി പടർത്തിയേക്കും.